നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസം സൂര്യൻ 4-ലും 5-ലുമായിട്ടാണ് നിൽക്കുന്നത്. 15-ാം തീയതി വരെ 4-ലാണ്, അതിനുശേഷം 5-ലേക്ക് വരും. 15-ാം തീയതി വരെ 4-ൽ നിൽക്കുമ്പോൾ പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഈ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. 5-ലേക്ക് വരുമ്പോൾ ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക. കുറച്ചും കൂടി മോശമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക. ഒട്ടും വിചാരിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 4-ൽ നിൽക്കുമ്പോഴായിക്കോട്ടെ, 5-ൽ നിൽക്കുമ്പോഴായിക്കോട്ടെ പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിക്കുന്നത് മകരക്കൂറുകാർക്ക് ഈ മോശമായിട്ടുള്ള ഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മകരക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീരമായിട്ടുള്ള ഫലമാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിച്ചു. ചൊവ്വയെ കൊണ്ട് ഒരു ഉപദ്രവവും വന്നു ചേരില്ല എന്നുള്ള നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങളും ജ്യോതിഷത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജാതകപ്രകാരം ഏത് ഗ്രഹത്തിനാണോ ബലാബലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഫലത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കൂ. എന്തായാലും 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതെല്ലാം അനുകൂലമായിട്ട് വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക. അതായത് ഭൂമി സംബന്ധമായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് അതെല്ലാം 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മകരക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 11-ാം തീയതി വരെ ബുധൻ 3-ലാണ്. ഈ ചൊവ്വയെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്തൊരു നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ഓരോ ദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ളൊരു ഭയമാണ് 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 11-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് ബുധൻ വരുമ്പോൾ വളരെ നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ കുടുംബത്ത് വളരെ നല്ല രീതിയിൽ തന്നെ സ്വസ്ഥത വന്നു ചേരുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക. നല്ല ഫലമാണ് 4-ലേക്ക് ബുധൻ വരുമ്പോൾ. മെയ് 1-ാം തീയതി തന്നെ 4-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം 5-ലേക്ക് വരികയാണ്. 4-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട്, അതായത് ഇതുവരെ മകരക്കൂറുകാർക്ക് സൂചിപ്പിച്ചിരുന്നതായിട്ടുള്ള ഫലം ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക, ഒരേയിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത മോശഫലത്തെയാണ് 4-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഇതുവരെ സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ 5-ലേക്ക് വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വ്യാഴമാറ്റം മകരക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമഭാൽ, സൗമനസ്യം, അഭിചിന്യം. 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിലാണ് വ്യാഴത്തിൻ്റെ കൂടുതൽ സാമീപ്യം വന്നു ചേരുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം വന്നു നിന്ന് കഴിഞ്ഞാൽ എല്ലാം ലാഭമാണ് പറയുന്നത്. പുത്രലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, ഗൃഹലാഭം ഉണ്ടാവുക, എല്ലാം ലാഭമാണ്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക. നല്ല ബുദ്ധി വന്നു ചേരുക, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക, ഏത് കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു കാലയളവിനെയാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ വ്യാഴമാറ്റത്തോടു കൂടി സന്താന ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഒന്ന് ആശ്രയിച്ചോളൂ. നിങ്ങൾക്ക് ആ പുത്രഭാഗ്യം, സന്താന ഭാഗ്യം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 19-ാം തീയതി വരെ ശുക്രൻ 4-ലാണ്, അതിനുശേഷം 5-ലേക്ക് വരും.
4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 19-ാം തീയതി വരെ ശുക്രൻ 4-ൽ നിൽക്കുമ്പോൾ ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുക. ഇന്ദ്രൻ്റെ അത്രയൊന്നും ശക്തി നമുക്കാർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. നമ്മളുടെ ബന്ധുക്കളോടുകൂടി സുഖമായിട്ട് വസിക്കുന്ന ഒരു കാലയളവ്. 19-ാം തീയതിക്ക് ശേഷം 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗുരുജനങ്ങളുടെ അനുഗ്രഹം നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക, സന്താന ഗുണം അനുഭവിക്കുക. അപ്പോൾ ഈ വ്യാഴത്തെ കൊണ്ടും ഈ നല്ല ഫലത്തെ സൂചിപ്പിച്ചു കേട്ടോ. ഈ സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു നല്ല ഫലം. 2-ലാണ് ശനി നിൽക്കുന്നത് എന്നും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് 2-ലാണ് ശനി. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. നമ്മുടെ ജാതകപ്രകാരം ശനി മോശസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുന്നൊരു മോശഫലം. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മോശഫലത്തെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ഈ വ്യാഴമാറ്റം മകരക്കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്നൊരു കാലയളവായിട്ട് വേണം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ധനലാഭം, ഗൃഹലാഭം എല്ലാം നല്ല ഫലമാണ്. അപ്പോൾ നമുക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ അതെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വ്യാഴമാറ്റത്തോടു കൂടി നല്ല ഫലങ്ങൾ മകരക്കൂറുകാർക്ക് വന്നു ചേരട്ടെ. കുറച്ച് കാലമായിട്ട് അരിഷ്ടത തന്നെയായിരുന്നു മകരക്കൂറുകാർക്ക്. മകരക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശനം എന്നാണ് പറയുന്നത്. നാമസങ്കീർത്തനമാണ് നമ്മളുടെ ഈ കലികാലത്തിൽ നമ്മളുടെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ ലളിതമായിട്ട് മോചനം വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ലളിതമായിട്ടുള്ളൊരു ഉപായം എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.